എന്താണ് ഹോസ്പിറ്റൽ അറിയില്ലേ? എന്നാ ഈ വീഡിയോ ഉണ്ടോ? എനിക്ക് ഇൻസ്റ്റയിലും ഇപ്പം അതുപോലെ തന്നെ യൂട്യൂബിലൊക്കെ കുറേ ഡൗട്ട്സ് വെച്ചിട്ട് കുറേ പേര് വന്നിട്ടുണ്ടായിരുന്നു. ഹൗസ് ബിൽഡിംഗ് എന്താണ്, അതിൻ്റെ ക്രൈറ്റീരിയ എന്താണ്, എന്തൊക്കെ ഹൗസ് ബിൽഡിംഗ് ഉണ്ടെന്നൊക്കെ ചോദിച്ച്. അപ്പോൾ ഞാൻ ഓർത്തു ഇന്ന് ഇങ്ങനൊരു വീഡിയോ ഇട്ടാൽ അത് എല്ലാവർക്കും ഹെൽപ്ഫുൾ ആകുന്നു. അപ്പോൾ ഹൗസ് ബിൽഡിംഗ് എന്നത് ഒരു തൊഴിൽ പരിശീലനമാണ്, അതായത് വൊക്കേഷണൽ ട്രെയിനിങ്. നമുക്ക് ഈ ഹൗസ് ബിൽഡിങ്ങിൽ തിയറി പ്ലസ് പ്രാക്ടിക്കൽ ക്ലാസ് ആണ് വരിക. എന്ന് വെച്ചാൽ ഈക്വൽ ആയിരിക്കും. നമുക്കിപ്പോൾ പകുതി തിയറി ആണെങ്കിൽ പകുതി പ്രാക്ടിക്കൽ ആയിരിക്കും. നമ്മളെ ആ ജോലി ചെയ്യാൻ സ്കിൽഡ് ആക്കി എടുക്കുക എന്നുള്ളതാണ് ഇതിന്റെ എയിം. ഹൗസ് ബിൽഡിംഗ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നഴ്സിംഗ് മാത്രമാണെന്ന് വിചാരിക്കുന്ന കുറെ പേരുണ്ട്. പക്ഷെ അല്ല. നമുക്കിവിടെ ജർമ്മനിയിൽ നഴ്സിംഗ് അല്ലാതെ മെക്കട്രോണിക്സ്, ഹോട്ടൽ മാനേജ്മെന്റ്, ഫുഡ് ടെക്നോളജി, അങ്ങനെ നഴ്സിംഗ് അസിസ്റ്റന്റ്, ഇതുപോലെയുള്ള കുറേ ഹൗസ് ബിൽഡിംഗ് കോഴ്സസ് ഉണ്ട്. പക്ഷേ നമ്മളുടെ നാട്ടിൽ നിന്ന് കൂടുതൽ പേര് ഇങ്ങോട്ട് വരുന്നത് നഴ്സിങ്ങിനും അതുപോലെ തന്നെ ഹോട്ടൽ മാനേജ്മെന്റിനും ഫുഡ് ടെക്നോളജി അങ്ങനെയുള്ള സംഭവങ്ങൾക്കൊക്കെയാണ്. പക്ഷേ അതിന്റെ മെയിൻ റീസൺ എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് അല്ലാത്തുള്ള ഹൗസ് ബിൽഡിങ്ങിനൊക്കെ കൊണ്ടുവരാനുള്ള ഏജൻസ് കുറവായതുകൊണ്ടാണ്. പക്ഷെ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ടാണെങ്കിലും നമുക്ക് നമ്മുടെ ഹൗസ് ബിൽഡിംഗ് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. ഇനി നമുക്ക് എന്തൊക്കെ ക്രൈറ്റീരിയ ആണ് ഇവിടെ ജർമ്മനി വന്ന് ഹൗസ് ബിൽഡിംഗ് പഠിക്കാൻ വേണ്ടതെന്നുള്ളത് നോക്കാം. നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മൾ +2 പാസ്സായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വന്ന് ഹൗസ് ബിൽഡിംഗ് ചെയ്യാൻ പറ്റും. അതിപ്പോൾ സയൻസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ബയോമാക്സ് ആയിക്കോട്ടെ, കൊമേഴ്സ് ആയിക്കോട്ടെ, അങ്ങനെ എന്തെടുത്താലും നമുക്ക് ഇവിടെ വന്ന് ഹൗസ് ബിൽഡിംഗ് ചെയ്യാം. അല്ലെങ്കിൽ സയൻസ് എടുത്തവർക്ക് മാത്രമാണ് ഇവിടെ വന്ന് നഴ്സിംഗ് പഠിക്കാൻ പറ്റുക എന്നൊന്നും ഇവിടെ ഇല്ല. നമ്മുടെ നാട്ടിലാണെങ്കിൽ സയൻസ് പഠിച്ചവർക്ക് മാത്രമേ നഴ്സിംഗ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഇങ്ങനെ കുറേ സംഭവങ്ങളില്ലേ. പക്ഷെ അതില്ലാത്തതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് എന്ത് പഠിച്ചവർക്കും ഇപ്പോൾ കുറച്ച് മാർക്ക് കുറവുള്ളവർക്ക് വരെ ഇവിടെ വന്ന് നഴ്സിംഗ് പഠിക്കാൻ പറ്റും. അതെനിക്ക് നല്ലൊരു പോസിറ്റീവ് സൈഡായിട്ട് തോന്നി. അതുപോലെ തന്നെ 80% മാർക്ക് വേണമെന്നൊന്നുമില്ല. 55 to 60% മാർക്ക് ഉണ്ടെങ്കിലും ഇവിടെ വന്ന് നമുക്ക് നഴ്സിംഗ് പഠിക്കാം. ഇനി വേറൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഇവിടെ കൂടുതലും ഹൗസ് ബിൽഡിങ്ങിനെ പ്രിഫർ ചെയ്യുന്നത് B2 ലാംഗ്വേജ് ആണ്. അല്ലാതെ B1 ഉണ്ട്. B1 വെച്ച് ചെയ്യാൻ പറ്റുന്ന ഹൗസ് ബിൽഡിംഗ് കോഴ്സസ് ഉണ്ട്. പക്ഷെ ഇങ്ങനെ മെഡിക്കൽ പരമായിട്ടൊക്കെ വരുമ്പോൾ, അതായത് നഴ്സിങ്ങിനും അതുപോലത്തെ മെഡിക്കൽ ഫീൽഡിന് B2 ലാംഗ്വേജ് ആണ് കൂടുതലും ആവശ്യം. ഇവര് ഇങ്ങനെ B2 പ്രിഫർ ചെയ്യുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മൾ ഹൗസ് ബിൽഡിംഗ് പഠിക്കുമ്പോൾ നമ്മുടെ തിയറി ക്ലാസ് എല്ലാം ജർമ്മനി തന്നെ ആയിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ജോലിക്ക് പോകുമ്പോഴും അവിടെയും ഫുൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ജർമ്മൻ ലാംഗ്വേജിലായിരിക്കും. അപ്പോൾ ഒരു B1-നെക്കാട്ടും നമുക്ക് കുറച്ചും കൂടെ ലാംഗ്വേജ് മനസ്സിലാവാനൊക്കെ ബെറ്റർ എപ്പോഴും B2 എടുത്തിട്ട് ഇങ്ങോട്ട് വരുന്നതാണ്. അതാകുമ്പോൾ നമുക്ക് B2 എടുത്താലും നമ്മൾ ഇവിടെ സംസാരിക്കുന്നതായിട്ടുള്ള എല്ലാം ഡിഫറെൻ്റ് ഒക്കെയാണ്. നാട്ടിൽ നിന്ന് പഠിച്ചുകൊണ്ടിരുന്നതല്ല. പക്ഷെങ്കിൽ പോലും കുറച്ചുകൂടി ബെറ്റർ എപ്പോഴും B2 പാസ്സായിട്ട് ഇവിടെ വരുന്നതായിരിക്കും. ഇനി നമുക്ക് ഏജ് ലിമിറ്റ് ഉണ്ടോ എന്നുള്ള കാര്യത്തിലേക്ക് കടക്കാം. ഇവിടെ നമ്മൾ ഇന്ത്യൻസ് ആണെങ്കിൽ, അല്ലാതെ നോൺ യൂറോപ്യൻസ് ആയിട്ടുള്ള എല്ലാവർക്കും ഒരു ഏജ് ലിമിറ്റ് ഉണ്ട്. 18 to 30 ആണ് മാക്സിമം ഏജ് ലിമിറ്റ്. പക്ഷേ ചില പ്രൊഫഷൻസിൽ 34 ഏജ് 34 വയസ്സ് വരെ നമുക്കിവിടെ വന്ന് പഠിക്കാനുള്ള അവസരമുണ്ട്. പക്ഷേ ഇവിടെയുള്ള യൂറോപ്യൻസിന് അങ്ങനെയല്ല. ഇവർക്ക് ഏത് ഏജിലും ഏത് ഹൗസ് ബിൽഡിംഗ് കോഴ്സ് വേണമെങ്കിലും ഇവിടെ പഠിക്കാം. പക്ഷേ നമ്മൾ നോൺ യൂറോപ്യൻസ് അല്ലാത്ത നമുക്ക് എപ്പോഴും ഏജ് ലിമിറ്റ് ഉണ്ട്. ഇനി ഞാൻ പറയുന്നത് നഴ്സിംഗ് ഹൗസ് ബിൽഡിങ്ങിനെ പറ്റിയാണ്. കാര്യം അതാണ് എൻ്റെ ഫീൽഡ്. എനിക്ക് കൂടുതൽ അറിയുന്നത് അതിനെ പറ്റിയാണ്. ഇവിടെ നഴ്സിംഗ് ഹൗസ് ബിൽഡിങ്ങിന് ഡ്യൂറേഷൻ വരുന്നത് 3 years ആണ്. അതിൽ നേരത്തെ പറഞ്ഞ പോലെ തിയറി ക്ലാസ്സസ് ഉണ്ട്, അതുപോലെ തന്നെ പ്രാക്ടിക്കലും ഉണ്ട്. നമ്മൾ ഈ 3 വർഷം കൊണ്ട് എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിലും, അതായത് ഹോസ്പിറ്റലാണെങ്കിലും എല്ലാ ഡിപ്പാർട്ട്മെന്റിലൊക്കെ പോയി അത്യാവശ്യം നമ്മളൊരു എക്സ്പീരിയൻസ് നമുക്ക് കിട്ടും. അത് കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ ഇവിടുത്തെ എക്സാം ഒക്കെ എഴുതി പാസ്സായി ഒരു രജിസ്റ്റേർഡ് നേഴ്സ് ആവുന്നത്. ഇതിപ്പോൾ നമ്മളിപ്പോൾ ജർമ്മനിയിൽ വന്നിട്ട് നഴ്സിംഗ് പഠിക്കുക എന്ന് പറയുമ്പോഴത്തേക്കും ചിലർ പറയും, അയ്യോ അത് ഡിപ്ലോമ, അത് BSc അല്ല. സത്യം പറഞ്ഞാൽ ഇവിടെ അങ്ങനെയൊന്നുമില്ല. നമ്മൾ ഈ 3 വർഷത്തെ നഴ്സിംഗ് പഠിച്ചു കഴിഞ്ഞ് അത് പാസ്സായി കഴിഞ്ഞാൽ നമ്മൾ ജർമ്മനിയിലെ ഒരു രജിസ്റ്റേർഡ് നേഴ്സായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അല്ലാതെ ഇവിടെ അത് ഡിപ്ലോമ അല്ല, BSc അല്ല, അങ്ങനത്തെ ഒരു വേർതിരിവും ഇവിടെ അതിനില്ല. ഇനിയിപ്പോൾ നാട്ടിലൊരു നേഴ്സ് ആണെങ്കിലും അത് അവർ GNM ആണോ, BSc ആണോ, MSc ആണോ, അങ്ങനെയൊന്നും ഡിഫറൻസ് ഇവിടെ ഇല്ല. ഇവിടെ വന്നു കഴിയുമ്പോൾ എല്ലാവരും ചെയ്യുന്നത് ഒരു സെയിം ജോലി തന്നെ ആയിരിക്കും. ഇപ്പം നാട്ടിൽ നിന്ന് ഒരു നേഴ്സ് ഇവിടെ വന്നു കഴിഞ്ഞാൽ അവർക്കും കാണും ഒരു പ്രൊബേഷൻ പീരീഡ്. ആ പ്രൊബേഷൻ പീരീഡ് കഴിയുമ്പോൾ അവരും ഈ ജർമ്മനിയിലെ ഒരു രജിസ്റ്റേർഡ് നേഴ്സായിട്ട് മാറും. അല്ലാതെ നാട്ടിലിപ്പോൾ GNM പഠിച്ചവർ ഇവിടെ വരുമ്പോഴും അതേപോലെ സാലറി കുറവ്, അല്ലെങ്കിൽ GNM പഠിച്ചവരാണ്, അങ്ങനെയൊന്നും വേർതിരിവ് ഇവിടെ ഇല്ല. ഇവിടെ വന്ന് ഇവിടുത്തെ പ്രൊബേഷൻ പീരീഡ് പാസ്സായി കഴിയുമ്പോഴത്തേക്കും ഇവിടുത്തെ രജിസ്റ്റേർഡ് നേഴ്സായിട്ട് മാറും. പിന്നെ ജർമ്മനിയിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞു,
അല്ലെങ്കിൽ പഠിച്ചു കഴിഞ്ഞിട്ട് രജിസ്റ്റേർഡ് നേഴ്സായി കഴിഞ്ഞാൽ നമുക്ക് എല്ലാ യൂറോപ്യൻ കൺട്രീസിലും പോയി ജോലി ചെയ്യാൻ പറ്റും. അല്ലാതെ ഇതൊരു ഡിപ്ലോമയാണ്, അതുകൊണ്ട് ജർമ്മനി മാത്രമേ പറ്റുള്ളൂ അങ്ങനെയൊന്നുമില്ല. നമുക്ക് ഓൾ യൂറോപ്യൻ കൺട്രീസിലും പോയി ജോലിയും ചെയ്യാം. നമ്മളിവിടെ ഏത് ഹൗസ് ബിൽഡിംഗ് കോഴ്സ് പഠിക്കാൻ വന്നാലും നമുക്കിവിടെ ഒരു സ്റ്റൈഫണ്ട് ഉണ്ടാവും. അതിനിവിടെ പറയുന്നതാണ് ആർബൈറ്റ്സ് ഫെർഗ്യൂട്ടിംഗ് എന്നുള്ളത്. അത് നമുക്ക് പഠിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മളുടെ കാര്യങ്ങളൊക്കെ സെൽഫായിട്ട് നോക്കാൻ വേണ്ടി തരുന്നൊരു എമൗണ്ട് ആണ്. അതിപ്പോൾ എത്ര രൂപ കിട്ടുമെന്ന് ചോദിച്ചാൽ അത് ഓരോ കോഴ്സും ഓരോ ഹോസ്പിറ്റലൊക്കെ അനുസരിച്ച് കുറച്ചൊക്കെ ഡിഫറൻസസ് കാണും. എന്നാലും ഏകദേശം ഒരു നാട്ടിലെ 1 lakh അടുത്ത് നമുക്ക് കിട്ടും. പക്ഷെ അതിൽ നിന്ന് നമ്മുടെ റെന്റ്, നമ്മുടെ ചെലവ്, അതായത് ടാക്സ് എല്ലാം പോയിട്ട് ആ ഒരു ബാക്കിയുള്ള എമൗണ്ട് ആയിരിക്കും നമുക്ക് കിട്ടുക. ഇപ്പോൾ നമ്മുടെ നാട്ടിലാണ് നഴ്സിംഗ് പഠിക്കുന്നതെങ്കിൽ ചിലപ്പോൾ അധികം ബോയ്സ് ഒന്നും പഠിക്കുന്നില്ലായിരിക്കും. പക്ഷെ ഇവിടെ അങ്ങനെ ബോയ്സെന്നോ ഗേൾസെന്നോ ഒന്നുമില്ല. ഇവിടെ ഒരു ഫീമെയിൽ നേഴ്സ് ഉള്ള അത്രയും തന്നെ ഒരു അളവിൽ ഇവിടെ മെയിൽ നേഴ്സസ് ഉണ്ട്. ഇപ്പൊ ബോയ്സിനും ഗേൾസിനൊക്കെ ഒരുപോലെ തന്നെ ഇവിടെ നഴ്സിംഗ് പഠിക്കാം. അതിനും ഒരു കുഴപ്പമില്ല. അല്ലാതെ ഇത് ഗേൾസിന് മാത്രമായിട്ടുള്ള ഒരു ഹൗസ് ബിൽഡിംഗ് അങ്ങനെയൊന്നും അല്ല, ബോയ്സിനും പഠിക്കാവുന്നതാണ്. പിന്നെ ഇവിടെ ജർമ്മനിയിൽ പ്രത്യേകിച്ച് നാട്ടിലെക്കാട്ടും കൂടുതൽ ആൺപിള്ളേർ ഇവിടെ പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് നാട്ടിൽ നിന്ന് ഇപ്പോൾ ഒരു ബോയ്ക്ക് ഇവിടെ വന്ന് നഴ്സിംഗ് പഠിക്കണം എന്നുണ്ടെങ്കിൽ എന്തായാലും പഠിക്കാനും പറ്റും. ലാസ്റ്റായിട്ട് ജോബ്. ഇവിടെ നമ്മൾ ഏത് ഹോസ്പിറ്റലും പഠിച്ച് അത് പാസ്സായി കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് അവരുടെ കമ്പനിയിൽ തന്നെ ജോബ് കിട്ടുന്നുള്ള കാര്യത്തിന് 100% ഉറപ്പാണ്. പ്രത്യേകിച്ച് ഒരു നഴ്സിംഗ് ഹോസ്പിറ്റലും ഒക്കെ ആണെങ്കിൽ ഇവിടെ ഇപ്പോഴും നഴ്സസിന്റെ ലാക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ പഠിച്ചിറങ്ങുന്ന എല്ലാവർക്കും തന്നെ ഉറപ്പായിട്ടും ജോലി കിട്ടും, അതും വിത്ത് ഗുഡ് സാലറി. ഇപ്പൊ നിങ്ങൾക്ക് ഹൗസ് ബിൽഡിങ്ങിനെ പറ്റി ഏകദേശം കുറച്ചെങ്കിലും ഒരു ഐഡിയ കിട്ടി കാണില്ലേ? ഇനി ഐഡിയ ഇല്ലാതിരിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഇനി ഇങ്ങനത്തെ വീഡിയോക്കായിട്ട് എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബൈ ബൈ.